പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ അല്ലെങ്കിൽ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച നടപടി വലിയ ചർച്ചയായി ഇപ്പോഴും തുടരുകയാണ്. കോടതി വരെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, ഇ.ഡിയും ഒരടി പോലും പിറകോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത് അസാധാരണമായ ഇ.ഡിയുടെ ഒരു നടപടി ഉന്നത നേതാക്കന്മാരുടെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് ആക്രമണം നടന്നത് എന്നാണ്. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം പ്രേരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് ഇ.ഡി കോടതിയിൽ അറിയിച്ചത്. അതിനൊപ്പം ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരത്ത് ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നതിനാലും പോലീസിനെ ആക്രമിച്ച കേസും ഇതിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രം നൽകാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പരമാവധി ഇവരെ പൂട്ടുക എന്നൊരു ലക്ഷ്യമാണ് പോലീസിനുള്ളത്. ഈ കേസിനകത്ത് ജയിലിൽ പോയ 2 പേർക്കൊഴികെ മറ്റാർക്കും ജാമ്യം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ശാസ്ത്രീയ പരിശോധനാ ഫലം എന്ന് ലഭിക്കുമെന്ന് ആർക്കും ഒരു വിവരവുമില്ല. ഇത് പ്രധാന രേഖകൾ ഉൾപ്പെടെ ലഭിക്കാൻ വൈകുന്നതിനാണ് പോലീസ് നടപടി നീട്ടിവെക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ആ നിയമോപദേശം അക്ഷരം പ്രതി പോലീസ് അനുസരിക്കുകയാണ്. കാരണം CPMന്റെ തിരുവനന്തപുരത്തെ പ്രധാന മുഖങ്ങളെല്ലാം ഈ കേസിനകത്ത് ഉൾപ്പെട്ട്, പ്രാദേശിക നേതാക്കന്മാർ ഈ കേസിനകത്ത് ഉൾപ്പെട്ട് ജയിലിൽ പോയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആളുകളെ നിയമ നടപടികൾ കുരുക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഈ പോലീസിനെ ആക്രമിച്ച കേസും ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് പോലീസിന്റെ നീക്കം. അതായത് വെവ്വേറെ കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്നും, തിരുവനന്തപുരത്ത് ഇ.ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർത്ത് അതിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അതേസമയം തന്നെ ഇത് പ്രതിഷേധക്കാരെ നേരിടാനെത്തിയ പോലീസിനെയും ആക്രമിച്ചിരുന്നു. ഇത് രണ്ടും കുറ്റപത്രമായി സമർപ്പിച്ചാൽ മതിയെന്ന് പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നു. അതേസമയം ഇ.ഡി ഉദ്യോഗസ്ഥർ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച ഹരീഷ് കുമാറിന്, അതായത് 9ാം പ്രതിയാണ് ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നേരത്തെ ഒരു ആരോപണം ഉയർന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ഈ കേസിൽ ജാമ്യം ലഭിക്കാൻ ഒത്തുകളിച്ചുവെന്ന് പല കോണിൽ നിന്നും പല ആരോപണം ഉയർന്നെങ്കിലും അവരെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇ.ഡി ഈ കേസിനകത്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇ.ഡിക്കൊപ്പം കേരള പോലീസ് കൂടി അണിനിരക്കുന്നതോടെ ഈ കേസിനകത്തൊന്നും അത്ര എളുപ്പത്തിൽ CPMകാർക്ക് ഇറങ്ങി വരാൻ കഴിയില്ല എന്നതാണ് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ ആരാഞ്ഞിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. ആ ദേശീയ അന്വേഷണ ഏജൻസി ഒരു അന്വേഷണത്തിലെത്തുമ്പോൾ മറ്റിടങ്ങളിലെല്ലാം നേരത്തെ ആദ്യമായിട്ടല്ല കേരളത്തിൽ ഇ.ഡിയുടെ പരിശോധനയും അന്വേഷണവും നടക്കുന്നത്. അത്തരത്തിൽ നേരത്തെ പരിശോധനകളൊന്നും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം അവർക്കെതിരെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു. ഇ.ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ്. ആ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഈ കേസ് വലിയ തരത്തിൽ അല്ലെങ്കിൽ വലിയ വിവാദമാകുമെന്ന് അന്ന് തന്നെ നിയമ വിദഗ്ധർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇത് വലിയ വിവാദമായിരിക്കുന്നു, വലിയ കേസായിരിക്കുന്നു. ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ.ഡിക്ക് അഭിമാന ഒരു പോരാട്ടം കൂടിയാണിത്. കാരണം ഒരു പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥരെ കല്ലും വടികളും കട്ടയും ഉപയോഗിച്ച് ആക്രമിച്ച ഒരു കാഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. ആ കേസിനകത്ത് എന്തായാലും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ കഴിയുകയാണ്. ഈ കേസിൽ വരും ദിവസങ്ങളിൽ പോലീസ് എടുക്കുന്ന നിലപാട് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ നിർണായകമാകും എന്നതിൽ തർക്കമില്ല.